ഹായ് ഫ്രണ്ട്സ്, പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് പഠിത്തം ദിവസമായിരുന്നു. കാലത്തൊട്ട് ഇരുന്നങ്ങോട്ട് പഠിത്തം. കാലത്തൊരു ക്ലാസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഒന്ന് പഠിത്തം. കാരണം നാളത്തെ പരീക്ഷ ഇത്തിരി വലിയ പരീക്ഷയാണ്. കൂടാതെ കഴിഞ്ഞ സെമസ്റ്ററിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ ഞാൻ ഈ സബ്ജക്റ്റ് പൊട്ടിയതുമാണ്. എന്നിട്ട് രണ്ടാമത്തെ എഴുതിയെടുത്ത സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇരുന്ന് പഠിത്തമായിരുന്നു. ആ ക്ഷീണം എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടാ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, പഠിച്ച് മുറിക്കുക, അതാണ് നമ്മുടെ പരിപാടി. ഇപ്പം സമയം വെളുപ്പംകാലത്തായിട്ടുണ്ട്. ഒരു 1-2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ വെളിച്ചമാവും. ആ വെളിച്ചമായി കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി പരീക്ഷ എഴുതണം. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. വേറെ ഓപ്ഷനൊന്നുമില്ല. നമ്മൾ പഠിക്കാനാണ് വന്നത്, പഠിക്കുക. വേറെ ഒന്നും ഇന്ന് സംഭവിച്ചിട്ടില്ല. പഠിത്തം മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങി ഇന്നത്തെ ദിവസത്തെ. നാളെ കാലത്ത് പോയി പരീക്ഷ എഴുതിയാൽ സമാധാനമാവും. പാസ്സായാൽ സന്തോഷം, പാസ്സായില്ലെങ്കിൽ അടുത്ത അറ്റംപ്റ്റിൽ എഴുതിയെടുക്കും. തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒട്ടും പഠിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇതാണ് അവസ്ഥ. ഇനി നാളെ പരീക്ഷ എഴുതി നാളത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും ഈ വ്ളോഗ് അവസാനിക്കുക. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളെയും കാണിച്ചു തരാം. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം പകലായിരിക്കുകയാണ്. പകലിനപ്പുറം പരീക്ഷ എഴുതേണ്ട സമയമായിരിക്കുകയാണ്. പരീക്ഷ എഴുതാൻ പോവുകയുമാണ്. എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇന്നലെ വലിയ പ്രസക്തിയില്ലായിരുന്നു. പക്ഷേ ഈ ഒരു നിമിഷത്തിൽ നല്ല പ്രസക്തിയുണ്ട്. കാരണം ഇനി പോയി എഴുതി കഴിഞ്ഞിട്ടാണ് നമ്മൾ പാസ്സാകുമോ ഇല്ലയോ എന്നുള്ള യാഥാർത്ഥ്യം അറിയുക. അഥവാ നമ്മൾ പഠിച്ചത് ആവശ്യത്തിനുണ്ടായിരുന്നോ എന്നുള്ള കാര്യം മനസ്സിലാവുക. എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് എൻ്റെ ഉള്ളിലെ കലാകാരൻ പരീക്ഷാ പേപ്പർ കിട്ടുമ്പോൾ അങ്ങ് ഉണർന്നാൽ നമ്മൾ രക്ഷപ്പെടും. അതേപോലെ അറിയാവുന്ന എന്തെങ്കിലും സാധനമുള്ള ചോദ്യമായിരിക്കണം. നമുക്ക് നോക്കാം, പരീക്ഷ പോയി എഴുതി നോക്കാം. എഴുതി നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് പരീക്ഷയുടെ വിധിയെക്കുറിച്ച് പറയാൻ പറ്റൂ. പൊതുവെ എനിക്ക് ചോദ്യപേപ്പർ കിട്ടുമ്പോഴാണ് ഒരു ഉണർവ് വരുന്നത് എന്ത് ചെയ്യണമെന്നുള്ളത്. അതുവരെ വലിയ പിടിയൊന്നും ഉണ്ടാവില്ല. അത് കിട്ടണം. എഴുത്ത് പരീക്ഷ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എഴുതാം. പക്ഷെ മറ്റവനാണെങ്കിൽ ഉണ്ടല്ലോ, കാര്യം അറിയാണ്ട് പറ്റൂല. എന്തായാലും പോയി നോക്കട്ടെ, എങ്ങനെയാവുമെന്ന് അറിയാം. എനിക്കറിയാൻ പാടില്ല MCQ ആണോ ഓപ്പൺ ക്വസ്റ്റ്യൻ ആണോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിയാൻ പാടില്ല. ഇവർ സ്ഥിരം കൂടി കുഴപ്പിക്കും പിള്ളേരിട്ട്. അതുകൊണ്ട് പോയി എഴുതിയിട്ട് ബാക്കി കാര്യങ്ങൾ. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി ഇപ്പം തന്നെ വിശന്ന് തല ഇറങ്ങി തുടങ്ങി. അപ്പം നേരെ പോയി ഫുഡ് കഴിച്ചു. സിനമൺ ബാറിൽ ഒരു സൂപ്പ് കുടിച്ചു, സമാധാനമായി. ഇനിയിപ്പോൾ തിരിച്ച് ഹോസ്റ്റലിൽ പോയിട്ടാണ് ബാക്കി കാര്യങ്ങൾ എന്തെന്ന് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കേണ്ടത്. നാളെയും പരീക്ഷയുണ്ട്, എന്നാലും കുഴപ്പമില്ല. ആദ്യം നമുക്ക് ഇന്നത്തെ പരീക്ഷയുടെ കാര്യം പറയാം. ഇന്നത്തെ പരീക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു MCQ ക്വസ്റ്റ്യൻ, ഒരേയൊരു MCQ ക്വസ്റ്റ്യൻ, അതും മൾട്ടിപ്പിൾ ആൻസേഴ്സ് കറക്റ്റ്. അതുകൊണ്ട് തന്നെ അറിയാൻ പാടില്ല അത് ശരിയാണോ തെറ്റാണോ എന്ന്. പിന്നെ 3 ഓപ്പൺ ക്വസ്റ്റ്യൻസ്, പിന്നെ ഒരു പിക്ചർ തന്നിട്ട് അത് എന്ത് കണ്ടീഷനാണ്, ആ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അങ്ങനെ അങ്ങോട്ട് എഴുതി നിറയ്ക്കുക. അപ്പോൾ എഴുതിയിട്ടുണ്ട്, കണ്ടറിയാം. എഴുത്ത് പരീക്ഷ ആയതുകൊണ്ട് തന്നെ പാസ്സാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിറച്ച് റോസാപ്പൂക്കൾ. അറിയാൻ പാടില്ല, പാസ്സാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എന്തോ ഇത്തിരി കൂടി പഠിച്ചിരുന്നെങ്കിൽ ഇച്ചിരി കൂടി ഗംഭീരമായിട്ട് എഴുതാമായിരുന്നു എന്ന് തോന്നി. എന്തെങ്കിലും ആവട്ടെ, നമുക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ എഴുതി നിറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പരീക്ഷയുടെ കാര്യം. ഞാൻ വിചാരിച്ചത് അവന്മാരങ്ങോട്ട് നമ്മളെ ഗോപിയാക്കുന്നതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം സെമ്മിലിട്ട് അത്രയും ടൈറ്റ് ആക്കിയിട്ടില്ല. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ കയ്യിൽ നിന്നിട്ടായാലും എഴുതാം എന്ന രീതിയിലുള്ള ചോദ്യങ്ങളായത് ഒരു പരിധി വരെ എന്തുകൊണ്ടും നന്നായി. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നുകൊണ്ട് തന്നെ ദേ പോകുന്നു എൻ്റെ ട്രാമൂട്ടൻ. കിട്ടൂല. അപ്പം ഇനി അവിടെ പോയിട്ടൊരു 10 മിനിറ്റ് ഇരുന്നിട്ട് ട്രാം പിടിച്ചിട്ട് നമുക്ക് പയ്യെ പോകാം. ദേ പോകുന്നു എൻ്റെ കുട്ടൻ. എന്ത് ചെയ്യാനാ, അതും ഒരിതാണ്. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിനി ഹോസ്റ്റലിലേക്ക് പോവാം. ഇനി ചെന്നൊരു ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം വൈകുന്നേരത്തേക്ക്. അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ നാളത്തേക്ക് പഠിക്കണം. എന്തൊക്കെ കാര്യങ്ങളാ, എല്ലാ കാര്യങ്ങളും ശരിയാവും അല്ലേ. റിസൾട്ട് വരുമ്പോൾ നിങ്ങളെ അറിയിക്കാം. നിങ്ങൾക്ക് തോന്നാറുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഓരോ തവണ പഠിക്കുമ്പോഴും എനിക്ക് നല്ല രീതിയിൽ തോന്നാറുള്ളൊരു കാര്യമാണ്, എന്തിനാണ് ഓരോ സാധനങ്ങൾക്കും ഇങ്ങനത്തെ പേരുകൾ ഇട്ട് വെച്ചേക്കണേ. ഇപ്പം ലെറ്റ്സ് സേ ഒരു കത്രികേനെ കത്രിക എന്ന് വിളിച്ചാൽ പോരെ. എന്തിനാണ് ആ കത്രികയ്ക്ക് ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും പോലെ കുറേ പേരുകൾ? അതുമല്ല, ആ കത്രികയ്ക്ക് കത്രിക എന്നുള്ള പേരുണ്ടാവില്ല. ഇപ്പം ഏതെങ്കിലും കാലത്ത് ഏതോ ഒരാൾ ചുറ്റി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചപ്പോൾ ഒരു സാധനം കൂടെ ഉണ്ടാക്കി.
ശരി, പുള്ളിക്ക് എളുപ്പമുള്ള പേരിട്ടൂടെ? പുള്ളീനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രാകാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ പേരും കൂടി ഇട്ട് വയ്ക്കും. എന്തൊരു കഷ്ടമല്ലേ. അല്ലെങ്കിൽ പണ്ട് ഒരു 3 അക്ഷരമുള്ള വാക്കുകൾ ഇട്ട് വയ്ക്കും ഓരോ സാധനങ്ങൾക്ക്. ഇത് മനുഷ്യന് കടിച്ചാൽ പൊട്ടാത്ത സാധനങ്ങൾക്ക് കടിച്ചാൽ പൊട്ടാത്ത പേരിട്ട് വയ്ക്കും. എന്തിന്? ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. നമ്മൾ പാവങ്ങൾ പഠിക്കുന്ന പിള്ളേർ കഷ്ടപ്പെട്ട് വയ്യാണ്ടായി പോകും. അതും 1-2 ടൂൾസാണോ ഉള്ളത്. MBBS നഴ്സിങ്ങിനൊക്കെ ഉണ്ട് ശരി, പക്ഷെ വെറ്റിനറിക്ക് ഓരോ മൃഗങ്ങൾക്കും ഓരോ രീതിയിലും ഓരോ വലിപ്പത്തിലും ഓരോ പേരിലുമുള്ള ടൂൾസാണ്. ഞങ്ങളുടെ കഷ്ടപ്പാട് ആരോട് പറയാൻ? ഇതിന് എളുപ്പമുള്ള പേരാണെങ്കിൽ ഉണ്ട്. ഇത് മറ്റേ പറയണില്ല. ഇപ്പോൾ ഓരോ പ്രൊസീജിയർ, ഇപ്പോൾ കാസ്ലിക് എന്ന് പറഞ്ഞൊരാളൊരു പ്രൊസീജിയർ ഉണ്ടാക്കിയെന്ന് വിചാരിക്കും, ആളുടെ പേരിട്ട് കാസ്ലിക് പ്രൊസീജിയർ. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊന്നും മഞ്ഞില്ല, പരീക്ഷ എഴുതുമ്പോൾ ചോദ്യം കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ പറയാൻ പറ്റുള്ളൂ. അത്രയും കഷ്ടപ്പാടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കണതോ പലതിനെ റിലേറ്റ് ചെയ്ത് പല കുനിഷ്ടും ഒക്കെയും കൂടി ആലോചിച്ച് കൂട്ടിയിട്ടാണ് ഓരോ വാക്കുകൾ തന്നെ പഠിക്കുന്നത്. അത്രയും കഷ്ടപ്പാടാണ്. എന്തായാലും ഇതൊക്കെ എളുപ്പമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിരുന്നെങ്കിൽ ഒരു 10 വർഷം കൂടും 20 വർഷം കൂടുമ്പോഴൊക്കെ ഇത്തിരി എളുപ്പമുള്ള പേരാക്കിയത് എന്ത് നല്ലതായിരുന്നു. പഠിക്കുന്ന പിള്ളേർക്കും നല്ലതാ, ജോലി ചെയ്യുന്നവർക്കും നല്ലതാ. ഇപ്പം സർജറി ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് മോനെ കിങ്ങിങ് സാധനം എടുക്ക് എന്ന് പറയുന്ന അവസ്ഥയാണ്. പിന്നെ ഇവിടെയും നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കളുണ്ട് കേട്ടോ. അത്രയൊക്കെ തന്നെ. ആരോട് പറയാൻ? നമ്മൾ പഠിക്കും, നമ്മൾ പാസ്സാകും. ഇന്ന് നല്ല അടിപൊളി കാലാവസ്ഥയാണ്. 18 ഡിഗ്രി. നമ്മളാണെങ്കിൽ ട്രാം കാത്ത് നിൽക്കുന്നു. അങ്ങ് ദൂരെ നമ്മുടെ ട്രാം വരുന്നുണ്ട്. അവിടെ എന്തോ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. എന്നാലും വരാതിരിക്കില്ല. അടിപൊളി ക്ലൈമറ്റ് അല്ലേ. കുറച്ചും കൂടി സമ്മർ ആവട്ടെ, സെറ്റായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മുടെ ട്രാം വരുന്നതും കാത്തിരിക്കാം. ദേ വരുന്നു പയ്യെ പയ്യെ നമ്മുടെ ട്രാം കുട്ടൻ. ഇവൻ വരുമ്പോൾ ഒരു സന്തോഷമാണ്. തിരിച്ച് വീട്ടിൽ പോവാണല്ലോ, ആ ഒരു ഫീലും കൂടി കിട്ടും. ട്രാമേട്ടൻ വന്നു, നമ്മൾ പോവുകയാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ. വെറുതെ വീട്ടിൽ പോയിരുന്നപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്നറിയാൻ പാടില്ലാണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ചങ്ങായി വിളിച്ചിട്ട് പറഞ്ഞു, വാ നമുക്ക് കയാക്കിങ്ങിന് പോവാന്ന്. കയാക്കിങ് എന്ന് പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാലും വെള്ളത്തിൽ നമ്മൾ ഒരു ബോട്ട് കൊണ്ട് ഇങ്ങോട്ട് തുഴയാൻ പോവുകയാണ്. ഈ അതിമനോഹരമായ സ്ഥലത്ത് ഈ ബോട്ടിൽ നമ്മൾ എയറടിച്ച് കയറ്റി നമ്മൾ നീന്താൻ പോവുകയാണ്, തുഴയാൻ പോവുകയാണ്. സംഭവം അടിപൊളിയാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അടിപൊളിയാകും. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ വെറുതെ ഇറക്കാൻ പറ്റില്ല. ഫുൾ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വേണം. ഇതില്ലാണ്ട് ഇറക്കി കഴിഞ്ഞാൽ ഫൈൻ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. അപ്പം ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് അങ്ങോട്ട് കിടക്കട്ടെ. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബോട്ട് റെഡി. ഇനി വെള്ളത്തിലിറങ്ങി അവരെ പോലെ തുഴയാൻ പോകുന്നു. അടിച്ചടിച്ച് എയർ കയറ്റിയൊരു പരിവായി. ഇനി ഞങ്ങൾ പോകട്ടെ, പോയിട്ട് ബാക്കി കാര്യങ്ങൾ. ഇങ്ങനെയാണ് നമ്മുടെ ബോട്ടിരിക്കുന്നത്. പുള്ളിയാണ് കപ്പിത്താൻ, ഞാൻ ചുമ്മാ തുഴയാൻ വന്നതാണ്. തുഴഞ്ഞ് നമ്മൾ എവിടെയോ എത്തി. എവിടെ നോക്കിയാലും കടൽ മാത്രം. ഞാനുണ്ട്, ഇതേപോലെ പിന്നിലൊരു ചേട്ടനും ഉണ്ട്. ഞങ്ങൾ 2 പേരും കൂടി ഇത് തുഴയുന്നു. ഇത് ഈ ചേട്ടൻ്റെ സ്വന്തം വഞ്ചിയാണ് ഗൈസ്. കയാക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. എനിക്കൊരു പിടിയില്ല, പുള്ളി പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ. പുള്ളി പ്രൊഫഷണൽ ആയത് നമ്മുടെ ഭാഗ്യം, അല്ലെങ്കിൽ നമ്മൾ മുങ്ങിപ്പോയാനെ. നമ്മൾ കഷ്ടപ്പെട്ട് പണി പഠിച്ചു ഗൈസ്. തുഴഞ്ഞ് ഇത് നേരെയാക്കട്ടെ. ഓക്കെ, റൈറ്റ് സൈഡ്. എങ്ങാലും ഞാൻ ഈ ബോട്ടിൽ നിന്ന് താഴെ വീണാൽ ഞാൻ മുങ്ങും. കാരണം എനിക്ക് നീന്തലറിയാൻ പാടില്ല. എന്തെങ്കിലും ആവട്ടെ, ഇതും ഒരു രസമാണ്. പരീക്ഷ ഇന്നത്തെ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ നിന്നാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇന്ന് വന്നത്. പിന്നെ നല്ല വെതറുമാണ്, നല്ല രസമില്ലേ? പരിപാടിയൊന്നുമില്ല. നമ്മളിതിൽ എയറടിക്കുന്നു, ഇറക്കുന്നു, നീന്തുന്നു. നല്ല സബ്സെ ശുദ്ധ പാനി. പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ അസുഖം വരും എന്നുള്ള യാഥാർത്ഥ്യമുണ്ടെങ്കിലും ഇതൊരു നല്ല പരിപാടിയാണ്. നല്ല പരിപാടി. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്യും, ആൾ സമ്മതിച്ചാൽ. കാരണം ആളുടെ ആണല്ലോ ഈ സാധനങ്ങളൊക്കെ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും പരിപാടി കൊള്ളാം. ഇതിങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പുള്ളി പറഞ്ഞ പോലെ 45 ഡിഗ്രിയിൽ ഇതിങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഐലസ ഹമ്മേ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ്. ഞങ്ങൾ തിരിച്ചു പോകട്ടെ. കൊള്ളാം പരിപാടി എന്തായാലും. ഇവിടെ ഒരു പുള്ളിക്കാരി എറിയുന്നു, അവനിപ്പോടൊന്ന് ഓടും. അവനൊരു പ്രൊഫഷണൽ തന്നെ. ട്രെയിനിങ്ങിൻ്റെ ഒരു പീക്ക് ലെവൽ. പോകുന്നു.
അതും അവിടെ കൊണ്ട് കൊടുത്ത് കണ്ട കൊടുത്ത് അവിടെ ഇരുന്ന് നമ്മുടെ തുഴയൽ പരിപാടിയും എല്ലാം കഴിഞ്ഞു. ആ നദിയോട് നമ്മൾ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്, തിരിച്ചു പോവുകയാണ്. അപ്പോൾ വഞ്ചി എവിടെ പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വഞ്ചിയിലെ ഈ കുഞ്ഞു ബാഗിലുണ്ട്. ഈ കുഞ്ഞു ബാഗിൽ നമ്മൾ ചുരുട്ടിക്കൂട്ടി കയറ്റിയിട്ടുണ്ട് ആ വഞ്ചിയെ. അതേപോലെ ഇവിടെ വെള്ളത്തിൽ വല്ല പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലെ പോലെ നടക്കൂല. നമ്മുടെ നാട്ടിൽ എന്തിട്ടാലും വലിയ പ്രശ്നമില്ല എന്ന് പറയുന്ന പോലെ ഇവിടെ എങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ സീനാണ്. ആ പ്ലാസ്റ്റിക് വെച്ച് പോകുമ്പോൾ കണ്ടുപിടിക്കും. മൊത്തം CCTV ആണ് എല്ലായിടത്തും. പിന്നെ ഓരോ റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ നോക്കിയും കണ്ട വെള്ളത്തിൽ ഈ പരിപാടി ചെയ്യാവൂ. കാരണം പുള്ളിക്ക് ഫൈൻ കിട്ടിയേക്കുന്നതാണ്. അപ്പോൾ പുള്ളിയുടെയാണ് ഐറ്റംസ് മൊത്തം. പുള്ളി എന്നെ ക്ഷണിച്ചു, ഞാൻ കൂടെ വന്നു. പരിപാടി കൊള്ളാം. ഇനി ക്ഷണിച്ചാൽ ഇനിയും വരും. കാരണം നല്ല രസമുള്ള പരിപാടിയാണ്. പുള്ളി ഫിഷിങ്ങിനൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ പരിപാടികൾ. പക്ഷെ ആ വലിയ ബോട്ട് ഈ ബാഗിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. കാരണം അതാണ് സത്യം. അപ്പോൾ ഇനി പോട്ടെ. ഇനി എന്താണ് ഇന്ന് ബാക്കിയുള്ളതെന്ന് അറിയാൻ പാടില്ല. പക്ഷെ നമ്മൾ ചെയ്യും എന്തൊക്കെ ആയാലും. അപ്പോൾ ശരി, ബൈ. നേരെ ഇന്ത്യൻ സ്റ്റോറിലേക്ക് വന്നു. കുറച്ച് മല്ലിയില മേടിച്ചു. ഫ്രഷ് മല്ലിയില മേടിച്ചു. ഇനി കാശ് കൊടുത്തിട്ട് പോട്ടെ. പൈസ 5 സ്ലോട്ടി കൊടുത്തു. സന്തോഷം. പുള്ളി സ്ഥിരം പുള്ളി തന്നെ. ഓക്കെ, ബൈ. അപ്പോൾ പുള്ളിക്ക് കൊടുത്തു, കാശ് കൊടുത്തു, ഇറങ്ങി. പെട്ടെന്നുള്ള തീരുമാനത്തിൽ വൈകുന്നേരം ഒരു ബിരിയാണി തട്ടിക്കൂട്ടാന്ന് വെച്ചു. പരീക്ഷയുണ്ട് നാളെ, പക്ഷെ ഒരു ബിരിയാണി തട്ടിക്കൂട്ടാന്ന് വെച്ചു. അതുകൊണ്ട് തന്നെ പോയി മല്ലിയില മേടിച്ചു. മല്ലിയില ഇല്ലാതെ എന്ത് ബിരിയാണി? അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടില്ല. ഈ വ്ളോഗ് നമ്മൾ ബിദ്രോങ്കയിലും കൂടി പോയിട്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു ജ്യൂസ് മേടിക്കാനാണ്. ദാഹിച്ചിട്ട് പാടില്ല. അപ്പം അത്രയൊക്കെ തന്നെ കാര്യങ്ങൾ. ഇനി വേറെ ഒന്നും ഈ വ്ളോഗിൽ പറയാനില്ല. അവിടെ എന്തോ ഫോട്ടോഷൂട്ട് നടക്കുന്നു. അപ്പോൾ ഇനി പോകട്ടെ. വേറൊരു നല്ല വ്ളോഗിൽ കാണാം. ഈ വ്ളോഗ് ഇപ്പോൾ ആവശ്യത്തിന് കാര്യങ്ങൾ എന്തൊക്കെയോ കാണിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി വൈകുന്നേരം നമുക്ക് അടുത്ത വ്ളോഗിൽ തുടങ്ങാം. അപ്പം അത്രയൊക്കെ തന്നെ കാര്യങ്ങൾ. എല്ലാവർക്കും ശുഭരാത്രി. എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മോശപ്പെട്ട കോക്കനട്ട് ജ്യൂസ് കാണിച്ചു. ഇത് പക്ഷെ കമ്പാരിറ്റീവ്ലി നല്ലതാണ്. ഇത് കേട്ടോ 100% അല്ല, പക്ഷെ നല്ലതാണ് ഇത്. അതേപോലെ തന്നെ ഈ കാക്ടസിൻ്റെ നല്ലതാണ്. പിന്നെ ഈ കമ്പനിയുടെ നല്ലതാണ്. ചുമ്മാ കാണിച്ചു എന്നുള്ളൂ. അപ്പം ശരി.